ഒരു നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിക്കൊണ്ടാണ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് യാത്രയാകുന്നത്. സിക്കിം ടണൽ ദുരന്തത്തിൽ മരണപ്പെട്ട അനീഷ് മോഹന്റെ മൃതദേഹം ഇപ്പോൾ പാമ്പാടിയിലെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ നോർക്ക പ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ ചേർന്നായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം പാമ്പാടി വെള്ളൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റായിരുന്നു മരിച്ച അനീഷ്. എന്നെ കാണൂ നാരായണ ജയ കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നാട്ടുകാർക്ക് മാത്രമല്ല യൂട്യൂബിലൂടെയൊക്കെ വന്നിട്ടുള്ള നിരവധിയായ വീഡിയോകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇപ്പോഴിതാ നിരവധി ആളുകൾ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സംസ്കാര ചടങ്ങ് എപ്പോഴാണ്, എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഏതാണ്ട് 2 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. 10:30 മൃതദേഹം ഈ ഇല്ലിവളവിലെ വീട്ടിൽ, കൊച്ചുമറ്റത്തെ വീട്ടിൽ എത്തിച്ചു. ഭാര്യ സംഗീത, സഹോദരൻ ബിനീഷ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ സിക്കിമിൽ നിന്ന് വിമാനത്തിൽ ഇവിടേക്ക് ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അവരും ഇന്നാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും വളരെ വേദന നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണുള്ളത്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. PK മോഹനും അമ്മിണിക്കുട്ടിയും. ഈ അമ്മിണിക്കുട്ടിയുടെ ആരോഗ്യനില പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതാണ്. അവരെ ഏറ്റവും ഒടുവിലാണ് ഈ വിവരം അറിയിച്ചത്. അനീഷിനെ സംബന്ധിച്ച് 8 മാസം മാത്രം പ്രായമുള്ള കാർത്തിയായനി എന്ന മോളുമുണ്ട്. മോളും യാതൊന്നും അറിയാത്ത രീതിയിൽ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുകൊണ്ട് ഈ അച്ഛന്റെ മൃതദേഹം തുറന്ന് കാട്ടാവുന്ന അവസ്ഥയിലല്ല ഉള്ളത്. 48 മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എംബാം നടപടികളടക്കം അല്പം ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് വലിയ ഇടപെടലുകൾ ഉണ്ടായ ശേഷമാണ് അതിലേക്ക് കടന്നത്. എന്തായാലും മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. ഏതാണ്ട് 2 മണിയോടുകൂടി ഈ ഇല്ലിവളവിലെ വീട്ടുവളപ്പിൽ തന്നെ, ഇല്ലിവളവ് കൊച്ചുമറ്റത്തെ വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ അനീഷ് ഒരു ശാസ്ത്ര വ്ളോഗർ കൂടിയാണ്. ശാസ്ത്ര അറിവുകൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധ നൽകുന്ന ആളാണ്. ഇന്നലെയൊക്കെ നമ്മൾ ഈ വീട്ടിലെത്തുമ്പോൾ ഇതിന്റെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ അനീഷിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വാതോരാതെ സംസാരിക്കുന്നു. അനീഷ് വരുമ്പോൾ നമ്മളെല്ലാം വളരെ കാര്യമായി കാണുന്നു. പലർക്കും ഈ സാമ്പത്തിക അവർക്കൊക്കെ പൈസ കൊടുക്കുക, ഈ മുട്ടായി ഒക്കെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ അനീഷ് വളരെ ജനകീയനായ ഒരാളായിരുന്നു എന്നുള്ളതാണ് ഈ അമ്മമാരൊക്കെ എടുത്തു പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരാളെ കൂടിയാണ് ഫലത്തിൽ നാടിന് തന്നെ നഷ്ടമാകുന്നു. മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും അനീഷ് തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. എന്തായാലും നോർക്ക റൂട്ട്സിന്റെ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിജു ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. മൃതദേഹം എന്തായാലും വീട്ടിലിപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അഭിലാഷ്, ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവനായിരുന്നു, മികച്ച ഉദ്യോഗസ്ഥൻ ആയിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ അപകടം, ആ അപകടത്തിലാണ് അനീഷിനെ നഷ്ടമായത്. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ കൗതുകമുന്നിലുമില്ലിനെ മഹദാം ഭഗവൻ ഭക്തന്മാരോടുകൂടി ഭഗവൽ ഗുണകഥന ശ്രവണങ്ങളൊഴിഞ്ഞൊരു നേരം ജയ കരുണാകരന ശ്രീനാരായണൻ അരുളിയിടം നിജ സായോജത്തെ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.